ഹായ് ഫ്രണ്ട്സ്, LBS BSc നഴ്സിംഗിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 24-ന് സെപ്റ്റംബർ 24-ന് വരുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ. അപേക്ഷകർ 24/9/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഇന്ന് മുതൽ 20-ാം തീയതി വരെ 20-ാം തീയതി വൈകിട്ട് 5 മണി വരെ കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ പുതുതായി നൽകണം. അപേക്ഷകന് അപേക്ഷാ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഉപയോഗിച്ച് ഹോം പേജിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് നമ്പർ 4/23/2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന ടൈറ്റിലിന് നേരെയുള്ള രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. 23 എന്നാണ് ഉണ്ടാവുക, പക്ഷേ ടെൻഷനോടെ 24th അലോട്ട്മെൻറ്റ് വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസം നേരത്തെ വന്നേക്കാം. മുൻപ് നൽകിയ സ്പെഷ്യൽ ഓപ്ഷനുകൾ, അതായത് ഈ മുൻപേ നൽകിയ ഓപ്ഷനുകളൊന്നും ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. കോളേജുകളിൽ പ്രവേശനം നേടിയവർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്യണം, ഇപ്പോഴും തന്നെ അപ്ലോഡ് ചെയ്യണം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന കോളേജിൽ അപേക്ഷകന് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും പ്രവേശനം നേടാതിരിക്കുകയും ചെയ്താൽ അപേക്ഷകന് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. അതിനാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. താല്പര്യമുള്ള പോകുമെന്ന് ഉറപ്പുള്ളിടത്ത് മാത്രം ചെയ്യുക. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച കാര്യം നേരത്തെ അറിയാലോ. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താം. പക്ഷേ ഇവിടെ കിട്ടുവാണെങ്കിൽ പിന്നീട് മൂന്നാമത്തേത് അലോട്ട്മെൻറ്റ് കിട്ടിയത് ക്യാൻസലാവും. ഇവിടെ തന്നെ പോയി ജോയിൻ ചെയ്യണം. ആദ്യമായിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൂടെ അലോട്ട്മെൻറ്റ് കിട്ടുന്നവരാണെങ്കിലും അവിടെ ജോയിൻ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാം അലോട്ട്മെൻറ്റ് കിട്ടിയവർ 20/9/2024 3-നകം അഡ്മിഷൻ എടുക്കേണ്ടതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും സർക്കാർ നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാവേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സിമെറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് സിമെറ്റിൻ്റെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അഡ്മിഷനു വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് സിമെറ്റ് ഡയറക്ടറേറ്റിലാണ് തിരുവനന്തപുരത്തുള്ള. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ CPAS സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗാന്ധിനഗർ, കോട്ടയം ഓഫീസിലാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ നഴ്സിംഗ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രോസ്പെക്ടസിലെ അനക്സ്റ്റർ 16 പ്രകാരമുള്ള ബോണ്ട് 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ നൽകേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ പുതുതായി കൊടുത്തവരെ പരിഗണിക്കൂ. കഴിഞ്ഞ ഓപ്ഷനുകളൊക്കെ ക്യാൻസലായി കഴിഞ്ഞു. 24-നാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ നിർബന്ധമായും കൊടുക്കുക. കിട്ടിയവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുക. ഇൻസ്ട്രക്ഷനൊക്കെ ശ്രദ്ധിക്കുക. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക.